നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം ഗോൾഡിൻ്റെ വില സർവകാല റെക്കോർഡും തകർത്ത് മുന്നേറുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് കയ്യിലുള്ള ഗോൾഡ് മുഴുവൻ എടുത്ത് വിറ്റിട്ട് മറ്റേതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിലേക്ക് മാറണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് ഗോൾഡ് ഒരു അസറ്റ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് ഒരു സമയത്തും നമുക്ക് ലിക്വിഡിറ്റിയുള്ള പെട്ടെന്നൊരു പണം ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണത്തിന് പകരം, അതായത് പണയം വെക്കാനോ അത്തരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ് ഗോൾഡ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഗോൾഡ് ഇപ്പോൾ വിൽക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് വിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം ഈ ഗോൾഡ് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ പണിക്കൂലി, പണിക്കുറവ് എന്ന അത്തരത്തിലൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടേ നമുക്ക് ഈ പണം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് ആവശ്യമില്ലെങ്കിൽ ആദ്യം പോയി ഗോൾഡ് വിറ്റ് മറ്റൊരു അസറ്റ് ക്ലാസ്സിലേക്ക് പോകാതിരിക്കുക. ഗോൾഡിനെ നമ്മളൊരു അസറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അതുപോലെ ഗോൾഡ് നമുക്ക് ഒരു പോർട്ട്ഫോളിയോ അലോക്കേഷന് പോർട്ട്ഫോളിയോയിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അസറ്റാണ്. ഇപ്പം ഗോൾഡ് കൂടാതെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റ്, അല്ലെങ്കിൽ FD, പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, ഇതുപോലൊക്കെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗോൾഡ്. ഗോൾഡിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും റിട്ടേൺ നൽകുന്ന മറ്റൊരു അസറ്റ് ക്ലാസ് സ്റ്റോക്കാണ് ഇതിൽ കൂടുതൽ റിട്ടേൺ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഉണ്ടാകുന്നത് ഗോൾഡിനാണ്. നേരെ തിരിച്ചും. പക്ഷേ ഇപ്പോൾ ഗോൾഡും സ്റ്റോക്കും ഏതാണ്ട് ഒരേപോലെ തന്നെ കയറിപ്പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇതിന് പലതര കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ റേറ്റ്, ടാക്സിൻ്റെയൊക്കെ റേറ്റ് കുറച്ചു, അതുകൊണ്ട് ഗോൾഡ് താഴെ പോകുന്ന ഭീതി കാരണമാണ് പലരും ഇത് ചോദിക്കുന്നത്. ഇത് ഒരു ചെറിയൊരു പ്രതിഭാസം മാത്രമാണ്. ഗോൾഡിൻ്റെ 15 നിന്ന് 6% ടാക്സ് കുറച്ചെന്ന് പറഞ്ഞാലും അധികമൊന്നും വിലവ്യത്യാസമൊന്നും ഗോൾഡിന് വരാൻ സാധ്യതയില്ല. കാരണം ഗോൾഡിൻ്റെ പ്രൈസിനെ നിയന്ത്രിക്കുന്നത് ആഗോളതലത്തിലുള്ള ഡിമാൻഡുകളാണ്. ഒന്ന് നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ഡോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡോളറിന് പകരം മറ്റൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ലോകമെമ്പാടും കൺസിഡർ ചെയ്യുന്നത് ഗോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് അധികം താഴെ പോകാൻ ഒരു സാധ്യതയില്ല. ഇനി മറ്റ് ബാങ്കുകൾ, സെൻട്രൽ ബാങ്കുകൾ, 14ഓളം സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിൽ അവരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിലും ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ചൈന പോലുള്ള രാജ്യങ്ങൾ ഗോൾഡിലേക്ക് നിക്ഷേപം മാറുന്നു, അവിടുത്തെ യുവതലമുറയൊക്കെ അങ്ങനെ മാറുന്നു എന്ന് നമ്മൾ പത്രമാർ മുഖേന വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഗോൾഡിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും കൂടുകയാണ്. ഈ ഇന്ത്യയിലും ചൈനയിലും ഗോൾഡ് ഒരു ആഭരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അവിടെയും ഡിമാൻഡ് കുറയാനുള്ള ഒരു സാധ്യതയില്ല. അതുപോലെ ആഗോളതലത്തിലുണ്ടാകുന്ന ടെൻഷനുകൾ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, പല വാറുകൾ, അത്രയൊക്കെ വരുമ്പോഴൊക്കെ ഏറ്റവും സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മൊത്തത്തിൽ കരുതുന്നത് ഗോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് ചെറുതായിട്ട് കുറയുന്നു, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ നികുതി ഭാരം കുറച്ചതുകൊണ്ട് ഗോൾഡ് താഴെ പോകുന്ന ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വരുന്ന സെപ്റ്റംബർ മുതൽ ഈ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ അവിടെയും മറ്റൊരു മികച്ച നിക്ഷേപ മാർഗം എന്നുള്ള രീതിയിൽ ഗോൾഡിനെ കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആഗോളതലത്തിൽ വരുന്ന വാർത്തകളെല്ലാം ഗോൾഡിൻ്റെ ഡിമാൻഡ് ഇനിയും കൂട്ടും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ടാക്സ് റേറ്റിൽ ഒരു വ്യത്യാസം വന്നു എന്ന് കരുതി നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് വിറ്റ് മറ്റ് അസറ്റ് ക്ലാസ്സിലേക്ക് പോകേണ്ട. അത് അസറ്റ് ക്ലാസ് തന്നെയായി കൺസിഡർ ചെയ്ത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്.